നമസ്കാരം. ഇന്നത്തെ ലഞ്ച് റെസിപ്പി നോക്കിയാലോ. ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു നാടൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഗ്ലാസ് പരിപ്പ് ആദ്യം തന്നെ കഴുകി കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുടി തേങ്ങ, ഒരു കഷ്ണം കായം, ഒരു സ്പൂൺ ഉലുവ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. അപ്പോൾ ആദ്യം തന്നെ പാന് ചൂടാക്കിയിട്ട് ആ ഒരു കഷ്ണം കായം എണ്ണയിലിട്ട് മൂപ്പിക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിൽ ഒരു സ്പൂൺ ഉലുവ ചേർത്ത്, ഉലുവ കറക്കാൻ പാടില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർക്കുക. കരിവേപ്പില ഇട്ട് നല്ല പോലെ കളറ് ഒന്ന് ബ്രൗൺ ലൈറ്റ് ഷെയ്ഡ് അടിക്കണം, ബ്രൗൺ ഷെയ്ഡ് അടിക്കുന്ന വരെ മൂപ്പിക്കണം. അങ്ങനെ ഒന്ന് മൂത്ത് മണം വരുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും ചേർത്ത് നല്ല പോലെ വറുത്ത് അത് ആറിയ ശേഷം മിക്സിയുടെ ജാറിലാക്കി അരച്ച് വയ്ക്കുക. പിന്നെ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി, ഒരു സവാളയും, 2 തക്കാളിയും, ഒരു പിടി വെണ്ടയ്ക്കയും മല്ലിയിലയും, ഇത്രയാണ് ഞാൻ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ സാമ്പാർ തിളപ്പിക്കുന്ന പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും വലിയുള്ളി കട്ട് ചെയ്തിട്ട് അതിനോടൊപ്പം വെണ്ടയ്ക്കയും 1 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്ത് അതിൽ ചേർത്ത് തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റുക. ആ വെണ്ടയ്ക്കയുടെ ആ ഒട്ടലൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ നന്നായി വഴറ്റിയ ശേഷം വേവിച്ച പരിപ്പ് വെള്ളത്തോടു കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഉപ്പും ചേർത്ത് നല്ല പോലെ തിളപ്പിക്കുക. ഇപ്പോൾ വെണ്ടയ്ക്ക കഷ്ണങ്ങളൊക്കെ തക്കാളിയും സവാളയെല്ലാം നിറം മാറി വെന്ത് വരുന്ന വരെ തിളപ്പിക്കാം. അതിനുശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തിളപ്പിച്ച് ആ ഒരു പച്ചമണം മാറണം. അപ്പോൾ നമ്മൾ മല്ലിയില കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ട് ഒരു കടായി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുക് 1 സ്പൂണിട്ട് 2 വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലയും ചേർത്ത് കടുക് തളിച്ച് സാമ്പാറിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാമ്പാർ ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ്. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് സാമ്പാർ വയ്ക്കുമ്പോഴും ഇതേ റെസിപ്പി തന്നെ, സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഞാൻ കൊത്തവര ഉപ്പേരി ഉണ്ടാക്കിയത്. അതിനായിട്ടൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ കടുക് അതിലേക്ക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ കൊത്തവര ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടു. അതേപോലെ ചെറിയുള്ളി ഒരു പിടി മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ മൂപ്പിക്കുക. ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉപ്പേരികൾക്ക് നല്ല മണമായിരിക്കും അത് ചേർത്താൽ തന്നെ. സ്വാദും ചെറിയുള്ളി ചേർക്കുന്നതാണ് സവാളയേക്കാളും. പിന്നെ കൊത്തവര ഇതുപോലെ കട്ട് ചെയ്തിട്ട് പൊടി പൊടിയായി കട്ട് ചെയ്ത് കൊത്തവര അതിലേക്ക് കഴുകി ചേർത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് കൊത്തവര വേവാനായിട്ട് വയ്ക്കുക. ഞാൻ ലഞ്ചിൻ്റെ റെസിപ്പിയിൽ ഇനിയൊരു ഐറ്റം കൂടെ ചെയ്യുന്നുണ്ട്. വാഴയ്ക്ക ഫ്രൈ. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും.
വെള്ളം ഒഴിച്ചിട്ട് കൊത്തവര നല്ലപോലെ വെന്ത് വരട്ടെ. വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു പിടി തേങ്ങ ചിരവി വെച്ച് അതിലേക്ക്, ഇപ്പോൾ വെള്ളം കുറുകിയിട്ടുണ്ട്, ആ സമയത്താണ് ആ ചിരകി വെച്ച ഒരു പിടി തേങ്ങ അതിലേക്ക് ഇട്ട് നല്ലപോലെ കൂട്ടി ഇളക്കിയാൽ നമ്മളുടെ കൊത്തവര ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ലഞ്ചിന് ഉണ്ടാക്കിയത് വാഴയ്ക്ക വറുത്തതാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന, വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കുന്ന കായ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ആ കായ വളരെ പകുതിയാക്കിയിട്ട് നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സ്ലൈസറിലിട്ട് കട്ട് ചെയ്താൽ ഒരുപാട് നൈസായി പോവും. അങ്ങനെ ആവാനും പാടില്ല. നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്യുകയാണല്ലോ, അപ്പം നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുകയല്ല ചെയ്യുന്നത്. നമ്മൾ മീൻ വറുക്കുന്ന പോലെ ദോശക്കല്ല് ആദ്യം തന്നെ ഈ വാഴക്കയുടെ തോല് ഇതാക്കണം കേട്ടോ. ഇത് പാളയംകോടിലൊന്നും ചെയ്താൽ നന്നായിരിക്കില്ല. ഈ ബജ്ജി വാഴക്കയിൽ തന്നെ ചെയ്യണം. അപ്പോൾ അതിനെ ഇതുപോലെ നൈസായി മുറിച്ച് പകുതിയാക്കി മുറിച്ച് വയ്ക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് ഓയിലും ചേർത്ത് അതിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഉപ്പ് പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ വാഴയ്ക്ക ഉപ്പേരിയൊക്കെ വെച്ചാൽ കഴിക്കാത്ത കുട്ടികൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രൈയിങ് പാന് അടുപ്പിൽ വെച്ച ശേഷം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. ഓവർ ഹീറ്റ് കൊടുത്തിട്ട് മുരിഞ്ഞ പോലെ ആക്കാൻ പാടില്ല. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ദോശക്കല്ലിൽ അല്ലെങ്കിൽ പാനിൽ എണ്ണ ഒഴിച്ച ശേഷം മീൻ വറുക്കുന്ന പോലെ ഇതിനെ വറുത്ത് 2 സൈഡും തിരിച്ചിട്ട് വറുത്ത് കോരി വയ്ക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് സ്കൂളിലേക്കൊക്കെ നമുക്ക് പോകാൻ റെഡിയായി നിൽക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതെ വരില്ല. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് വാഴയ്ക്ക ഫ്രൈ. ഇതുപോലെ ഒരു ഭാഗം മൊരിഞ്ഞ ശേഷം അടുത്ത ഭാഗവും കൂടെ തിരിച്ചിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാഴയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ്. ട്രൈ ചെയ്യൂ. താങ്ക്